സദസ്സിനു വന്ദനം. ബഹുമാന്യരായ വിധികർത്താക്കളെ, പ്രിയ അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായി കൂപ്പുകൈ. ഇന്നത്തെ പ്രസംഗ വിഷയം ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നതാണല്ലോ. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. പലപ്പോഴും പലയിടങ്ങളിലും എഴുതി വച്ചിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നത്. അതിനപ്പുറം ഓരോ തുള്ളി ജലവും സൂക്ഷിച്ചുപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാ വർഷവും മാർച്ച് 22 ജലദിനവും ആചരിക്കുന്നു. എന്നാൽ ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ ഒന്നാണ് ജലം എന്നത് നമ്മൾ മറന്നുപോകുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ജലം വേണം. നമുക്ക് മാത്രമല്ല, പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലം ആവശ്യമാണ്. ജലമില്ലാതെ ഭൂമിയിൽ ജീവനില്ല. കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും പഠിപ്പിച്ചതും മനുഷ്യന്റെ ജീവിത മുന്നേറ്റത്തിന് വഴിയായതും മഹത്തായ സംസ്കാരങ്ങൾ പടുത്തുയർത്താൻ മനുഷ്യന് കഴിഞ്ഞതും ജലത്തിൻ്റെ സാന്നിധ്യമാണ്. എന്നാൽ നമ്മൾ ഈ അമൂല്യതയെ അവഗണിച്ച് ജലാശയങ്ങൾ നശിപ്പിക്കുന്നു. ശുദ്ധജലം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ജലസംരക്ഷണം നമ്മുടെ ചുമതലയാണെന്നും നാം മനസ്സിലാക്കണം. വലതു കൈക്കുള്ളിലേക്ക് വെള്ളം തുറന്നു വിടുന്നതിനോടൊപ്പം ഇടതു കൈ കൊണ്ട് അത് നിയന്ത്രിക്കാൻ നമ്മൾ ശീലിക്കണം. ജലം ജീവന്റെ അടിത്തറയാണ്. ജലം പാഴാകാതെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണ്. ജലത്തിന് പകരം വയ്ക്കാൻ ഒന്നിനും കഴിയുമില്ലെന്ന് നാം മനസ്സിലാക്കണം. വെള്ളം പ്രകൃതിയുടെ ദാനമാണ്. അമൂല്യമായ ഓരോ തുള്ളി ജലവും നമുക്ക് നാളേക്കായി കാത്തുവയ്ക്കാം. ജലമില്ലെങ്കിൽ ജീവനുമില്ല, ഭൂമിയുമില്ല, നമ്മളുമില്ല. അതുകൊണ്ട് ഓർക്കുക, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. നന്ദി, നമസ്കാരം.